ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അതിന് മുന്നേ സന്തോഷ വാർത്ത കൂടി പറയാനുണ്ട്. നമുക്കിപ്പം 500 സബ്സ്ക്രൈബറായി. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും വളരെ നന്ദിയുണ്ട്. ഇനിയും ഇതേപോലത്തെ സപ്പോർട്ട് നമ്മൾ തുടർന്നും പ്രതീക്ഷിക്കുന്നു. അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കാം. ഇന്നത്തെ നമ്മുടെ ബീഫ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത്. 3 കപ്പ് റൈസാണ് ഉപയോഗിക്കുന്നത്. ഒരു 2 മീഡിയം സൈസ് സവാള, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളി നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് 2 കീറി വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ചെറുനാരങ്ങ, സ്പൈസസ് ആയിട്ട് ഏലക്ക, ഗ്രാമ്പു, പട്ട ഇതെല്ലാം ഒരു ശകലം വെച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പൊടികളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. അതല്ലാതെ ഒരു 1/2 ഗ്ലാസ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അതല്ലാതെ മല്ലിച്ചപ്പ്, പുതിന ആവശ്യത്തിന്. ബീഫ് ബിരിയാണീന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ബീഫ് ഇതാണ്. നമ്മൾ വലിയ കഷ്ണമായിട്ട് കട്ട് ചെയ്ത് മേടിച്ചേക്കുന്നത്. ചെറിയ കഷ്ണമായിട്ട് ആവശ്യമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്ത് മേടിക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം വലിയ കഷ്ണമായിട്ടാണ് കട്ട് ചെയ്ത് മേടിച്ചേക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് പ്രോസസ്സ് വന്നിട്ട് നമുക്ക് ഈ അരി കഴുകി വാർത്ത് വെക്കാം. ബിരിയാണി ഉണ്ടാക്കേണ്ട കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ശകലം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സ്പൈസസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഇടയ്ക്കൊന്ന് ഹൈയിലും ലോയിലൊക്കെ ആക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പൊ എന്നിട്ട് ഫ്ലെയിം കൂട്ടി കൊടുക്കാം. നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായിട്ട് വാടി വരണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്ത് അത് മസാല റെഡിയാക്കി എടുക്കാം. ഇതിലോട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ല ഉപയോഗിക്കുന്നത്, ചതച്ച് വെച്ചതാണ് ഉപയോഗിക്കുന്നത്. പേസ്റ്റ് ഉപയോഗിക്കേണ്ടവർക്ക് പേസ്റ്റ് ചേർക്കാം. മാറ്റി വെച്ച പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഫ്ലെയിം ശകലം കുറച്ച് വെക്കുക. പൊടി ചേർത്ത ഉടനെ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ പൊടി മൂത്ത് കിട്ടും. അതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തൈര് 1/2 ഗ്ലാസ് നമ്മളിട്ട് മാറ്റി വെച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മല്ലിച്ചപ്പ്, പുതിന ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അരമുറി ചെറുനാരങ്ങ നമുക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം നമ്മൾ ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് നമ്മൾ ബീഫിന്റെ വേവിനനുസരിച്ചാണ് ഒരു 4 വിസിൽ അല്ലെങ്കിൽ 5 വിസിൽ കൊടുത്ത് വേവിക്കാം. അപ്പോൾ നമ്മൾ ബീഫൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്നൊന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം അടച്ച് വെച്ച് ഒരു 5 വിസിൽ നമുക്ക് വെക്കാം. അപ്പം നമ്മുടെ ഇറച്ചി 5 വിസിൽ അടിച്ചിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ആവിയൊക്കെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അതെ, നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അതിനു വേണ്ടി നമ്മൾ
5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ. കാരണം 1 ഗ്ലാസ് നമ്മുടെ ഗ്രേവി ഉണ്ട്, ബീഫ് വേവിച്ച ഗ്രേവി ഉണ്ട്. അപ്പോൾ 5 ഗ്ലാസ് വെള്ളം ചേർക്കണുള്ളൂ. ഈ സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ബാലൻസ് അരമുറി ചെറുനാരങ്ങ നീരും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ബിരിയാണിക്കുള്ള വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നേരത്തെ കഴുകി വാർത്ത് വെച്ച റൈസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുക്കറിൽ വിസിലിടാതെ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് 20 മിനിറ്റ് വേവിച്ചെടുക്കാം. നല്ല സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ചെയ്യാൻ. ഹോട്ടലിലൊന്നും പോയി മേടിച്ച് കഴിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പം ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ബൈ.